ഷെയ്ഖ് സായിദ് റോഡിൽ അടച്ചുപൂട്ടിയ തന്റെ റെസ്റ്റോറന്റിന് മുന്നിൽ ഒരാൾ നിൽക്കുന്നു. അമീർ 12 വർഷങ്ങൾക്ക് മുമ്പ് ബെയ്ച്ചൂട്ടിൽ നിന്നും സമ്പാദ്യവുമായി എത്തി. ലോകത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ സമ്പദ്വ്യവസ്ഥയിൽ ഒരു ലെബനീസ് റെസ്റ്റോറന്റ് തുടങ്ങിയ ആളാണ് അദ്ദേഹം. മിച്ചലിൻ മെൻഷൻ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും വിശ്വസ്തരായ ഉപഭോക്താക്കളും ഉണ്ടായിട്ടും കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹത്തിന് അതിന്റെ താക്കോൽ ഭൂവുടമയ്ക്ക് തിരികെ നൽകേണ്ടി വന്നു. ഇവിടെ ചോദ്യം ഒരു റെസ്റ്റോറന്റ് എന്തുകൊണ്ട് പൂട്ടി എന്നതല്ല, മറിച്ച് ഒരേ നഗരങ്ങളിൽ ഒരേ സാമ്പത്തിക യുക്തിയിൽ നിർമ്മിക്കപ്പെട്ട നൂറുകണക്കിന് റെസ്റ്റോറന്റുകൾ ഒരേ ക്വാർട്ടറിൽ എന്തുകൊണ്ട് പൂട്ടുന്നു എന്നതാണ്. ഈ തകർച്ചകൾക്കിടയിലും ഔദ്യോഗിക കണക്കുകൾ ഇപ്പോഴും വളർച്ച മാത്രമാണ് കാണിക്കുന്നത്. തകരാൻ സാധ്യതയില്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ 3 ലെയറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. 1. വിസിബിൾ ലെയർ, 2. സ്ട്രക്ചറൽ ലെയർ, 3. ഹിഡൻ ലെയർ. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ GCC രാജ്യങ്ങളുടെ ആകെ GDP 2023-ൽ ഏകദേശം $2.3 ട്രില്യൺ ആയിരുന്നു. ഈ സംഖ്യ യഥാർത്ഥമാണ്, പക്ഷേ ഇതിന്റെ അടിത്തറ ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കാറില്ല. ഈ GDPയുടെ 60%-ലധികം നേരിട്ട് വരുന്നത് ഹൈഡ്രോ കാർബൺ, എണ്ണ, ഗ്യാസ് വരുമാനത്തിൽ നിന്നാണ്. UAE-ൽ ഇതിന്റെ പങ്ക് കുറവാണ്, ഏകദേശം 30%. എങ്കിലും ബാക്കി നിൽക്കുന്ന കൺസ്ട്രക്ഷൻ, ഫിനാൻഷ്യൽ സർവീസസ്, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ എണ്ണപ്പണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എണ്ണവില മാറുമ്പോൾ ഈ സമ്പദ്വ്യവസ്ഥയുടെ മുഴുവൻ ഇക്കോസിസ്റ്റവും ഉലയുന്നു. പൊതുവേദികളിൽ പറയാത്ത മറ്റൊരു സുപ്രധാന കാര്യം, ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾ പൂർണ്ണമായും ഫണ്ട് ചെയ്യുന്നത് എണ്ണ വരുമാനത്തിലൂടെ ഉണ്ടാക്കിയ സോവറിൻ വെൽത്ത് ഫണ്ടുകൾ വഴിയാണ്. അബുദാബി സാദിയാത്ത് ദ്വീപിൽ ലൂവർ, ഗുഗൻഹൈം മ്യൂസിയങ്ങളും അന്താരാഷ്ട്ര സർവകലാശാലകളും നിർമ്മിക്കുന്നത് അഡ്നോക്കിൽ നിന്നുള്ള എണ്ണപ്പണം കൊണ്ടാണ്. പുതിയ വ്യവസായങ്ങൾ നിലവിലുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ അവ സ്വന്തം നിലയിൽ നിലനിൽക്കാൻ ശേഷിയുള്ളവയല്ല. ഏത് ആശ്രിതത്വത്തിൽ നിന്നാണോ മാറാൻ ശ്രമിക്കുന്നത്, ആ വിഭവത്തെ തന്നെയാണ് ഈ മാറ്റങ്ങൾക്കും അവർക്കുപയോഗിക്കേണ്ടി വരുന്നത്. 2014-നും 2016-നും ഇടയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 നിന്ന് $30 ഇടിഞ്ഞപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായി. സൗദി അറേബ്യയ്ക്ക് മാത്രം 2015-ൽ $98 ബില്യൺ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടായി. UAE ഇൻഫ്രാസ്ട്രക്ചർ ചിലവുകൾ ചുരുക്കി, ബഹ്റൈൻ കടമെടുക്കാൻ തുടങ്ങി, ഒമാൻ ഇന്ധന സബ്സിഡികൾ വെട്ടിക്കുറച്ചു, കുവൈറ്റ് പബ്ലിക് സെക്ടറിലെ ജോബ് ഹയറിംഗ് മരവിപ്പിച്ചു. ഈ ഘടനാപരമായ പ്രകമ്പനങ്ങളാണ് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെ പാളികൾ എത്രത്തോളം നേർത്തതാണെന്ന് അന്ന് തെളിയിച്ചത്. എണ്ണവില പിന്നീട് തിരിച്ചു കയറിയപ്പോൾ നിർമ്മാണ ക്രെയിനുകൾ തിരിച്ചെത്തുകയും ഈ ഓർമ്മകൾ രേഖകളിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. എന്നാൽ അടിത്തറയിലെ പ്രശ്നം അപ്പോഴും പരിഹരിക്കപ്പെട്ടിരുന്നില്ല. പകരം സമയം നീട്ടി നൽകുക മാത്രമാണ് ചെയ്തത്. ആ സാമ്പത്തിക ചുരുക്കലിന്റെ സമയത്ത് ലേബർ മാർക്കറ്റിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. സ്വകാര്യ മേഖലയിൽ 6 മില്യണിലധികം വിദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിൽ അക്കാലത്ത് വലിയ തോതിൽ അപ്രഖ്യാപിത പിരിച്ചുവിടലുകൾ നടന്നു. എന്നാൽ ഇവയൊന്നും ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടതേയില്ല. കാരണം ജോലി നഷ്ടപ്പെട്ട വിദേശ തൊഴിലാളികൾ നേരിട്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് രേഖപ്പെടുത്തപ്പെട്ടത് രാജ്യത്തു നിന്നുള്ള പണമയക്കലിന്റെ കുറവായിട്ടാണ്, അല്ലാതെ തൊഴിലില്ലായ്മ നിരക്കായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക തൊഴിലില്ലായ്മ നിരക്ക് എപ്പോഴും സുരക്ഷിതമായി കാണപ്പെട്ടു. റിയാദിലെ തെരുവുകൾ ശാന്തമായതും ഈ തൊഴിലാളികളുടെ മടക്കവും തമ്മിൽ ഔദ്യോഗികമായി എവിടെയും ബന്ധിപ്പിക്കപ്പെട്ടില്ല. ഗൾഫിലെ സാമ്പത്തിക റിപ്പോർട്ടുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാക്കുന്നത് ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങളാണ്. ഇവിടെ വിദേശ തൊഴിലാളികൾ ഒരു സാമ്പത്തിക ബഫറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സമ്പദ്വ്യവസ്ഥ ചുരുങ്ങുമ്പോൾ അവർ ആ ആഘാതം താങ്ങുകയും ഡാറ്റയിൽ നിന്ന് അപ്രത്യക്ഷരാവുകയും ചെയ്യുന്നു. ബാക്കി നിൽക്കുന്നത് ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾ മാത്രമാണ്. അവരുടെ ശമ്പളം എണ്ണപ്പണം വഴി ഗ്യാരണ്ടിയുള്ളതായതുകൊണ്ട് ഔദ്യോഗിക കണക്കുകൾ എപ്പോഴും സുസ്ഥിരമായി തോന്നും. ചുരുക്കത്തിൽ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തൊഴിലില്ലായ്മ നിരക്കും ജനങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക ജീവിതവും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കെട്ടിപ്പടുത്ത വികസന മാതൃകയാണ് നിലവിൽ ഭൂമിയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരിവർത്തന പ്രോജക്റ്റായ സൗദി വിഷൻ 2030.
ഇതിന്റെ സംഖ്യകൾ ശരിക്കും അതിശയപ്പെടുത്തുന്നതാണ്. തബൂക്ക് പ്രവിശ്യയിലെ നിയോം എന്ന മെഗാ സിറ്റി പ്രോജക്റ്റിനായി മാത്രം $500 ബില്യൺ മാറ്റിവെച്ചിരിക്കുന്നത്. 200 മീറ്റർ വീതിയും 170 കിലോമീറ്റർ നീളവുമുള്ള ഒരു ഘടനയ്ക്കുള്ളിൽ 9 മില്യൺ ജനങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്ന ദ ലൈൻ എന്ന ലീനിയർ സിറ്റിയും ഇതിലുൾപ്പെടുന്നു. ഇതൊരു വെറും ഡിജിറ്റൽ ചിത്രമല്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കരാറുകൾ ഒപ്പിടുകയും ആയിരക്കണക്കിന് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 2024 അവസാനത്തോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ്, മക്കിൻസി, ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് തുടങ്ങിയ സ്വതന്ത്ര കൺസൾട്ടൻസികൾ വ്യക്തമാക്കുന്നത് ജനങ്ങൾക്ക് താമസിക്കാനുള്ള ഈ പദ്ധതിയുടെ സമയപരിധി യഥാർത്ഥ ലക്ഷ്യമായ 2030 നിന്നും കുറഞ്ഞത് ഒരു പതിറ്റാണ്ടെങ്കിലും പിന്നോട്ടു പോയിട്ടുണ്ടെന്നാണ്. പദ്ധതിയുടെ ചെലവും ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് 100 മുതൽ $200 ബില്യൺ വരെയാണ് ചെലവ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ 2024 തുടക്കത്തിൽ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ആന്തരിക റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നാം ഘട്ടത്തിന്റെ പൂർത്തീകരണത്തിന് മാത്രം ചെലവ് $1 ട്രില്യൺ കവിയുമെന്നാണ് പ്രവചനം. നിലവിൽ താമസക്കാരോ പ്രവർത്തനക്ഷമമായ ഇൻഫ്രാസ്ട്രക്ചറോ ഔദ്യോഗിക കമ്പനികളോ ഇല്ലാത്ത ഒരു നഗരത്തിന് വേണ്ടിയാണ് ഈ $1 ട്രില്യൺ ചെലവഴിക്കുന്നത്. ഈ തുക മുഴുവൻ വരുന്നത് എവിടെ നിന്നാണ്? സൗദി അരാംകോ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് PIF, അതായത് എണ്ണപ്പണം. എണ്ണയെ മറികടക്കാൻ വേണ്ടി നടത്തുന്ന വലിയൊരു വൈവിധ്യവൽക്കരണ പദ്ധതിക്ക് ഇപ്പോഴും ഫണ്ട് നൽകുന്നത് അതേ എണ്ണ തന്നെയാണ്. മാത്രമല്ല, ഈ മാറ്റം വരുത്താൻ എണ്ണപ്പണം ലഭ്യമാകുന്ന ആ സമയപരിധി ശാശ്വതമല്ല. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ IEA കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ എണ്ണയുടെ ആവശ്യം 2028 2035 ഇടയിൽ അതിന്റെ പരമാവധിയിൽ പീക്ക് ഡിമാൻഡ് എത്തും. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സമയത്തിനെതിരെയുള്ള ഒരു വലിയ മത്സരപന്തയത്തിലാണ്. ഈ മത്സരത്തിൽ അവർ വിജയിക്കുമോ എന്ന ചോദ്യത്തിന് പരസ്യമായി കൃത്യമായ ഒരു മറുപടി നൽകാൻ നിലവിൽ ഈ ഗവൺമെന്റുകളിലെ ആരും തയ്യാറല്ല. ഇനി നമുക്ക് ഈ വിഷയത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. കാരണം അവിടെയാണ് യഥാർത്ഥ കഥയുള്ളത്. അവളുടെ പേര് പ്രിയ. 2019 ഹൈദരാബാദിൽ നിന്നും ദുബായിലെ ഒരു ഫിനാൻഷ്യൽ സർവീസ് സ്ഥാപനത്തിൽ മിഡ് ലെവൽ കംപ്ലയൻസ് ഓഫീസറായിട്ടാണ് അവൾ എത്തിയത്. മാസത്തിൽ 8200 ദിർഹം ശമ്പളമുണ്ടായിരുന്ന അവൾ ജുമൈറ വില്ലേജ് സർക്കിളിൽ JVC ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കുകയും ശമ്പളത്തിന്റെ 30% എല്ലാ മാസവും നാട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2023 കമ്പനികൾ തമ്മിലുള്ള ലയനത്തെ തുടർന്ന് അവളുടെ സ്ഥാപനത്തിൽ പുനഃസംഘടന നടന്നു. പഴയ ശമ്പളത്തേക്കാൾ 12% കുറഞ്ഞ നിരക്കിലാണ് പ്രിയയ്ക്ക് പുതിയ കരാർ നീട്ടി നൽകിയത്. അത് ന്യായമായതുകൊണ്ടല്ല അവൾ സ്വീകരിച്ചത്, മറിച്ച് അത് നിരസിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ അവളുടെ വിസ കാലാവധി അവസാനിക്കും എന്നതുകൊണ്ടായിരുന്നു. കൂടാതെ 2 മാസത്തെ വാടകയ്ക്ക് തുല്യമായ പിഴ നൽകാതെ ആ ഫ്ലാറ്റ് ലീനസ് കരാർ റദ്ദാക്കാൻ കഴിയില്ലായിരുന്നു. ഒപ്പം ഹൈദരാബാദിലെ ലേബർ മാർക്കറ്റിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടുമുണ്ടായിരുന്നില്ല. പ്രിയ എന്നത് ഒരു വെറും കണക്കല്ല. തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി നിശബ്ദമായി ഇടിയുമ്പോഴും ദുബായിലെ തൊഴിൽ വിപണി ആരോഗ്യകരമായി കാണപ്പെടുന്നതിന്റെ യഥാർത്ഥ കാരണം പ്രിയയെപ്പോലുള്ള തൊഴിലാളികളാണ്. റിയയുടെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇവിടുത്തെ ഘടനാപരമായ ഒരു പൊതുരീതിയാണ്. ഇത് ഗൾഫ് സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കഫാല സിസ്റ്റം, ഒരു തൊഴിലാളിയുടെ നിയമപരമായ താമസാവകാശം അവരുടെ സ്പോൺസറുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണിത്. 2024 കണക്കനുസരിച്ച് സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ചില മാറ്റങ്ങളോടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ കഫാല സംവിധാനം വേതന അടിച്ചമർത്തലിന് കാരണമാകുന്നു. രാജ്യത്ത് തുടരാനുള്ള അവകാശം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ തൊഴിലാളികൾക്ക് എളുപ്പത്തിൽ മറ്റൊരു ജോലിയിലേക്ക് മാറാൻ സാധിക്കില്ല. ഇവിടുത്തെ ഡീപ്പോർട്ടേഷൻ ഭയം തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മേൽ എപ്പോഴും ഒരു പരിധിയായി പ്രവർത്തിക്കുന്നു. ഇത് ബിസിനസ്സുകളുടെ ചിലവുകൾ കുറച്ചു നിർത്താൻ സഹായിക്കുന്നു, ഔദ്യോഗിക തൊഴിൽ കണക്കുകൾ സുസ്ഥിരമാക്കുന്നു, ഒപ്പം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മുഴുവൻ. ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ ശേഷിയില്ലാത്ത സാധാരണ തൊഴിലാളികളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. മിനുസപ്പെടുത്തിയ ഔദ്യോഗിക സാമ്പത്തിക റിപ്പോർട്ടുകൾ ഈ യാഥാർത്ഥ്യങ്ങൾ കാണിക്കാറില്ല. ഇനി ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് വിപണിയിലേക്ക് നോക്കാം. കാരണം
ഈ സാമ്പത്തിക ആഖ്യാനങ്ങൾ ഏറ്റവും സങ്കീർണമായി കൈകാര്യം ചെയ്യുന്നത് ഇവിടെയാണ്. ദുബായിലെ പ്രോപ്പർട്ടി മാർക്കറ്റ് 2021 മുതൽ വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ് എന്നാണ് ഔദ്യോഗികമായി വിവരിക്കപ്പെടുന്നത്. പാം ജുമൈർ, ഡൗൺടൗൺ ദുബായ്, ദുബായ് ഹിൽസ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെ സ്ക്വയർ ഫീറ്റ് വില 3 വർഷത്തിനുള്ളിൽ 40 മുതൽ 60% വരെയാണ് വർദ്ധിച്ചത്. 2023 പ്രോപ്പർട്ടി ഇടപാടുകളുടെ എണ്ണം റെക്കോർഡ് ഭേദിച്ചു. ഈ സംഖ്യകളെല്ലാം യഥാർത്ഥമാണ്. പക്ഷേ ഇത് ആരാണ് വാങ്ങുന്നത് എന്നും എന്തുകൊണ്ടാണ് വാങ്ങുന്നത് എന്നും ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നില്ല. CBRE പ്രസിദ്ധീകരിച്ചതും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചതുമായ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് ദുബായിലെ ലക്ഷറി പ്രോപ്പർട്ടി ഇടപാടുകളിൽ വലിയൊരു പങ്ക് വരുന്നത് റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നരുടെ നേരിട്ടുള്ള പണമിടപാടുകൾ വഴിയാണ്. ഇതിൽ ഭൂരിഭാഗം നിക്ഷേപങ്ങളും അവിടെ താമസിക്കാൻ വേണ്ടി വാങ്ങുന്നവയല്ല. പകരം തങ്ങളുടെ സ്വന്തം രാജ്യങ്ങളിലെ രാഷ്ട്രീയമോ നിയമപരമോ ആയ സുരക്ഷിതത്വമില്ലായ്മ കാരണം തങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. അതായത് ദുബായിലെ പ്രോപ്പർട്ടി മാർക്കറ്റ് ഒരു വീടോ ബിസിനസ്സോ എന്നതിലുപരി ഒരു വലിയ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് അല്ലെങ്കിൽ പണപ്പെട്ടിയായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. മറ്റൊരു രാജ്യത്തെ പ്രതിസന്ധികൾ കാരണം ഒഴുകിയെത്തുന്ന മൂലധനം കൊണ്ട് മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് വിപണി ആതിഥേയ നഗരത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ ലക്ഷണമേ അല്ല. മറിച്ച് മറ്റെവിടെയും സൂക്ഷിക്കാൻ സുരക്ഷിതമല്ലാത്ത പണത്തിന് താൽക്കാലികമായി വിശ്രമിക്കാനുള്ള ഒരു ന്യൂട്രൽ സോണായി ആ നഗരം മാറി എന്നതിന്റെ സൂചനയാണ്. ഈ പദവി വളരെ മൂല്യമുള്ളതാണെങ്കിലും അത്രമേൽ ദുർബലവുമാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയോ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ മാറ്റം വരികയോ ഇന്ത്യയിലെ മൂലധന നിയന്ത്രണങ്ങൾ കർശനമാവുകയോ ചൈനയുടെ ആഭ്യന്തര ധനകാര്യ ഘടന സുസ്ഥിരമാവുകയോ ചെയ്താൽ ഈ പണമൊഴുക്ക് പെട്ടെന്ന് നിലയ്ക്കും. മൂലധന പലായനത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു വിപണിയിൽ ഇടിവുണ്ടാകുമ്പോൾ അത് സാവധാനത്തിലായിരിക്കില്ല, മറിച്ച് വളരെ പെട്ടെന്നുള്ള കനത്ത തകർച്ചയായിരിക്കും. ദുബായിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും കുറഞ്ഞ വില എത്രയായിരിക്കുമെന്ന് ഒരു ഗൾഫ് ധനകാര്യ പരസ്യമായി കൃത്യമായി പറയാൻ കഴിയില്ല. കഴിഞ്ഞ 3 വർഷത്തെ ഈ റിയൽ എസ്റ്റേറ്റ് കുതിച്ചുചാട്ടം യഥാർത്ഥ സാമ്പത്തിക വളർച്ചയായിരുന്നോ അതോ ഭാവിയിലെ വലിയൊരു തകർച്ചയ്ക്കുള്ള പണം കൂട്ടിവെക്കലായിരുന്നോ? ഇനി നമ്മൾ ഈ ഘടനയുടെ ഏറ്റവും ആഴത്തിലുള്ള പബ്ലിക് മീറ്റിംഗുകളിലോ ഇൻവെസ്റ്റർ റോഡ് ഷോകളിലോ ഒരിക്കലും പരസ്യമായി പറയാത്ത മറ്റൊരു തലത്തിലേക്കാണ് കടക്കുന്നത്. അതായത് രാഷ്ട്രീയ സമ്പദ്വ്യവസ്ഥ. ഗൾഫ് ഗവൺമെന്റുകൾ വെറുമൊരു സമ്പദ്വ്യവസ്ഥയെ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, മറിച്ച് വലിയൊരു സാമൂഹിക കരാറിനെയാണ് നിയന്ത്രിക്കുന്നത്. സൗദി അറേബ്യയിലെ സ്വദേശികളായ തൊഴിലാളികളിൽ ഏകദേശം 67% ആളുകളും ജോലി ചെയ്യുന്നത് പബ്ലിക് സെക്ടറിലാണ്, ഗവൺമെന്റ് മേഖലയിൽ. അതായത് 2/3 ഭാഗം സ്വദേശി തൊഴിലാളികളും ശമ്പളത്തിനായി ആശ്രയിക്കുന്നത് എണ്ണ വരുമാനം കൊണ്ട് ഫണ്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഖജനാവിനെയാണ്. ഈ സാമൂഹിക കരാർ നിലനിർത്താനും ശമ്പളവും സബ്സിഡികളും ക്ഷേമപ്രവർത്തനങ്ങളും നൽകാനുമുള്ള ഗവൺമെന്റിന്റെ ശേഷി ഗണിതശാസ്ത്രപരമായി എണ്ണയോട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകമാകട്ടെ ഭാവിയിൽ എണ്ണയുടെ ഉപയോഗം ഘടനാപരമായി കുറയ്ക്കാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധവുമാണ്. സൗദി വിഷൻ 2030 ഈ വലിയ ആശ്രിതത്വത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഒരു ആശ്രിതത്വമുണ്ടെന്ന് സമ്മതിക്കുന്നതും അത് പൂർണ്ണമായി ഇല്ലാതാക്കുന്നതും രണ്ട് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഈ ആശ്രിതത്വം ഇല്ലാതാക്കണമെങ്കിൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് സ്വദേശികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ മത്സരശേഷിയുള്ള ഒരു സ്വകാര്യ മേഖല ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്വകാര്യ മേഖല കെട്ടിപ്പടുക്കാൻ പതിറ്റാണ്ടുകളായുള്ള ഉൽപാദനക്ഷമതാ സംസ്കാരവും വലിയ റെഗുലേറ്ററി പരിഷ്കാരങ്ങളും വിദ്യാഭ്യാസപരമായ വലിയ മാറ്റങ്ങളും ആവശ്യമാണ്. ഇത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പണം കൊടുത്ത് മാത്രം പെട്ടെന്ന് വാങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല. നിങ്ങൾക്ക് ജിദ്ദയിൽ ഒരു ഫോർമുല 1 റേസിംഗ് സർക്യൂട്ട് വെറും 8 മാസം കൊണ്ട് നിർമ്മിച്ചു തീർക്കാൻ സാധിച്ചേക്കും. എന്നാൽ അത്രയും പെട്ടെന്ന് ഒരു സംരംഭകത്വ ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പണം ഉപയോഗിച്ചാൽ പോലും അതിന് കഴിയില്ല. അതേസമയം ഗൾഫിലെ സാമൂഹിക കരാറിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷകൾ ഇതുവരെ പുനർനിർണയിക്കപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കുന്ന സൗദിയിലെ പുതിയ തലമുറ വളർന്നത് ഗവൺമെന്റ് ജോലി എന്നത് വിദ്യാഭ്യാസത്തിന്റെ സ്വാഭാവികമായ ഒരു ഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് തന്നെ
സ്വകാര്യ മേഖലയിലെ കടുത്ത ആവശ്യങ്ങളോടും അവരുടെ പെർഫോമൻസ് മാനദണ്ഡങ്ങളോടും കുറഞ്ഞ തൊഴിൽ സുരക്ഷിതത്വത്തോടും ശമ്പളത്തിലെ വ്യത്യാസങ്ങളോടും ഒത്തുപോകാൻ ഈ തലമുറയ്ക്ക് എത്രത്തോളം സാധിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സൗദിയിലെ സ്വകാര്യവൽക്കരണ പ്രോഗ്രാമുകൾ നയിക്കുന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്വകാര്യമായി സമ്മതിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി ഇത് പറയാൻ വളരെ കുറച്ചുപേർ മാത്രമേ തയ്യാറാകുന്നുള്ളൂ. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ എത്തിനിൽക്കുന്നത് ഇവിടെയാണ്. ആധുനിക വികസന ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ സാമ്പത്തിക ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ഗൾഫ് രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അവർ യഥാർത്ഥ സമ്പത്തും വലിയ നഗരങ്ങളും ശക്തമായ സ്ഥാപനങ്ങളും നിർമ്മിച്ചു. ഭൂമിയിലെ മറ്റേതൊരു പ്രദേശത്തേക്കാളും വേഗത്തിലാണ് അവർ തങ്ങളുടെ ഭൗതികമായ രൂപമാറ്റം സാധ്യമാക്കിയത്. പക്ഷേ അവർ ഇതൊക്കെയും ചെയ്തത് ഇനി പറയുന്ന ചില കടുത്ത ഘടകങ്ങളുടെ മേലാണ്. ആഗോളതലത്തിൽ ആവശ്യം ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭവത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ഘടനാപരമായ രൂപകൽപ്പന. ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഉപഭോക്തൃ ചിലവുകളെ തന്നെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു ലേബർ മോഡൽ. മറ്റ് രാജ്യങ്ങളിലെ പ്രതിസന്ധികൾ കാരണം ഒഴുകിയെത്തിയ താൽക്കാലിക മൂലധനം കൊണ്ട് മാത്രം വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് വിപണി. ഒരു പഴയ എനർജി കാലഘട്ടത്തിൽ എഴുതപ്പെടുകയും എന്നാൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാലഘട്ടത്തിൽ അതിജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാമൂഹിക കരാർ. ഷെയ്ഖ് സായിദ് റോഡിലെ അമീറിന്റെ റെസ്റ്റോറന്റ് എന്നത് വെറുമൊരു കഥയല്ല, അതൊരു വലിയ സൂചനയാണ്. ഈ നഗരങ്ങളിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥ ജനവിഭാഗത്തിന്റെ വാങ്ങൽ ശേഷി ചുരുങ്ങുമ്പോൾ വിദേശ തൊഴിലാളികൾ കുറഞ്ഞ ശമ്പളം കാരണം നാട്ടിലേക്ക് അയക്കുന്ന പണം കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ റെസ്റ്റോറന്റ് സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന മിഡ് ലെവൽ പ്രൊഫഷണൽ സമൂഹം സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് നിശബ്ദമായി അപ്രത്യക്ഷമാകുമ്പോൾ, ആദ്യം പൂട്ടുന്നത് വലിയ ആഡംബര മാളുകളോ തിളങ്ങുന്ന ടവർ ലോബികളോ അല്ല, മറിച്ച് സാധാരണക്കാരായ ആളുകൾ ആഴ്ചകളിൽ വന്ന് ഭക്ഷണം കഴിച്ചിരുന്ന 60 സീറ്റുകൾ മാത്രമുള്ള അമീറിന്റെ ലെബനീസ് ബിസ്ട്രോ പോലെയുള്ള ചെറുകിട ബിസിനസ്സുകളാണ്. എങ്കിലും വലിയ ടവറുകളിലെ വിളക്കുകൾ ഇപ്പോഴും തെളിഞ്ഞു തന്നെ കിടക്കും. പുതിയ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രോപ്പർട്ടി മാർക്കറ്റിലെ വലിയ റെക്കോർഡുകൾ അച്ചടിച്ച് വിതരണം ചെയ്യപ്പെടും. അതേസമയം ഏതെങ്കിലും ഒരു ബാക്ക് ഓഫീസിലിരുന്ന് ഒരു കംപ്ലയൻസ് ഓഫീസർ കഴിഞ്ഞ വർഷത്തേക്കാൾ 12% കുറഞ്ഞ ശമ്പളമുള്ള ഒരു കരാറിൽ ഒപ്പിടുന്നുണ്ടാകും. കാരണം അതൊപ്പിട്ടില്ലെങ്കിൽ അവൾക്ക് രാജ്യം വിടേണ്ടി വരും. അവൾ ഒടുവിൽ രാജ്യം വിട്ടുപോകുമ്പോൾ ആ മടക്കം ഒരു വലിയ പ്രതിസന്ധിയുടെ അടയാളമായി ഒരു ഔദ്യോഗിക രേഖകളിലും രേഖപ്പെടുത്തുക പോലുമില്ല. ഈ സിസ്റ്റം കൃത്യമായി എങ്ങനെയാണോ രൂപകൽപ്പന ചെയ്തത്, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞതിനു ശേഷം ഇനി അവശേഷിക്കുന്ന പ്രധാന ചോദ്യം ഗൾഫ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ വളർച്ച നിലനിർത്താൻ സാധിക്കുമോ എന്നതല്ല, മറിച്ച് ഘടനാപരമായ സമ്മർദ്ദങ്ങൾ ശക്തമാകുമ്പോൾ അവർ നിലനിർത്താൻ ശ്രമിക്കുന്ന ഈ വളർച്ചാ മാതൃകയാണോ ഭാവിയിൽ പ്രയോജനപ്പെടുക എന്നതാണ്. 9 മില്യൺ ജനങ്ങൾക്കായി നിർമ്മിക്കുന്ന നഗരങ്ങളിൽ അത്രയും ആളുകളെ കണ്ടെത്താൻ സാധിക്കുമോ? എന്ന പണത്തിൽ എഴുതപ്പെട്ട സാമൂഹിക കരാറുകൾക്ക് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ പഠിക്കുന്ന ഒരു പുതിയ ലോകത്ത് അതിജീവിക്കാൻ കഴിയുമോ? ചില ചോദ്യങ്ങൾക്ക് കാലം മാത്രമേ മറുപടി നൽകുകയുള്ളൂ. എണ്ണപ്പണത്തിന്റെ കരുത്തിൽ കെട്ടിപ്പടുത്ത ഈ സാമ്പത്തിക സാമ്രാജ്യങ്ങൾ വരും വർഷങ്ങളിൽ ഈ ഘടനാപരമായ വെല്ലുവിളികളെ എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഈ ഒരു വിശകലനത്തെക്കുറിച്ചും ഗൾഫ് സമ്പദ്വ്യവസ്ഥയുടെ ഭാവിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ദയവായി താഴെ കമന്റ് ചെയ്യുക. ലാൻഡ്സ്കേപ്പുകളുടെ തിളക്കത്തിനപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന സിസ്റ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇത്തരം ആഴത്തിലുള്ള അന്വേഷണങ്ങൾക്കായി ബിലീവർ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓൺ ചെയ്തു വെക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവെക്കാൻ മറക്കരുത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ വിവിധ സാമ്പത്തിക വിശകലന റിപ്പോർട്ടുകൾ, പൊതുരേഖകൾ, ക്രോഡീകരിച്ച ഡാറ്റകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനം മാത്രമാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഉപദേശമോ നിക്ഷേപ നിർദ്ദേശങ്ങളോ അല്ല. മറ്റൊരു മികച്ച വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി.